ഇന്നേ ദിവസത്തിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരികയും സ്വാഗതം. കൽക്കിയുടെ രണ്ടാം ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അതിനു മുന്നേ തന്നെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത തെലുഗു സിനിമകൾ ഏതൊക്കെയെന്നും അവയുടെ കളക്ഷൻ റിപ്പോർട്ടുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൽക്കി എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 2,86,00,000 നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം FT കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നതും പ്രഭാസിന്റെ സിനിമ തന്നെയാണ്. അത് 2017 തിയേറ്ററുകളിലേക്ക് എത്തിയ രാജമൗലി ചിത്രം ബാഹുബലി 2 ആണ്. 5,45,00,000 ബാഹുബലി 2വിന്റെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. 2017 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നിട്ടും 7 വർഷം പിന്നിട്ടിട്ടും ഇനിയും ഒരു തെലുഗു സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ആ സിനിമയുടെ കളക്ഷൻ മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. രണ്ടാം സ്ഥാനത്ത് വീണ്ടും ഒരു പ്രഭാസ് സിനിമ തന്നെയാണ്. അത് കഴിഞ്ഞ വർഷം അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജ് കൂടി ഭാഗമായ സലാർ എന്ന സിനിമയാണ്. 4,65,00,000 സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് കേരളത്തിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന തെലുഗു സിനിമ അത് RRR എന്ന സിനിമയാണ്. രാജമൗലി സംവിധാനം ചെയ്ത 2022 റിലീസ് ചെയ്ത സിനിമ 4 കോടിയായിരുന്നു ആദ്യ ദിവസം ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ 4ാം സ്ഥാനത്താണ് കൽക്കി എന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമ ഈ ലിസ്റ്റിൽ ഇടം നേടിയെടുത്തിരിക്കുന്നത്. 2,86,00,000 സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. 5ാം സ്ഥാനത്ത് അല്ലു അർജുൻ ചിത്രം പുഷ്പയാണ്. പുഷ്പയുടെ ആദ്യ ഭാഗം ഒരു കോവിഡ് കാലത്തായിരുന്നു. 50% ഒക്യുപ്പൻസിയിലായിരുന്നു 2021 ഡിസംബറിൽ റിലീസ് ചെയ്തത്. ആദ്യ ദിവസം കേരളത്തിൽ 1,45,00,000 ഗ്രോസ് കളക്ഷൻ. കൽക്കി കഴിഞ്ഞാൽ ഇനി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ തെലുഗു സിനിമ തന്നെ പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ എന്ന സിനിമയാണ്. അപ്പോൾ അല്ലു അർജുൻ നായകനായി എത്തുന്ന സിനിമയ്ക്ക് കേരളത്തിൽ ബാഹുബലി 2 എന്ന സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ മറികടക്കാൻ കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും സിനിമയുടെ ഹൈപ്പെല്ലാം തന്നെ അനുസരിച്ചിരിക്കുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ വർഷം അവസാനമാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കൽക്കി 2,898 AD എന്ന സിനിമയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ ഇന്ന് സിനിമയുടെ രണ്ടാം ദിവസമാണല്ലോ തിയേറ്ററുകളിൽ. വെള്ളിയാഴ്ച ദിവസം വർക്കിംഗ് ദിവസത്തിൽ കേരള പ്രീസെയിൽ കളക്ഷൻ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ആദ്യ ദിവസത്തേക്കാൾ കളക്ഷൻ താഴെയാണ് രണ്ടാം ദിവസം വെള്ളിയാഴ്ച സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആദ്യ ദിവസത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ 94 ലക്ഷമാണെങ്കിൽ ഇന്ന് രണ്ടാം ദിവസത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ 75 ലക്ഷത്തോളം രൂപയാണ്. അപ്പോൾ ആദ്യ ദിവസത്തേക്കാൾ കളക്ഷൻ ഇടിവ് ഇന്ന് വർക്കിംഗ് ദിവസത്തിൽ സിനിമയ്ക്ക് ഉണ്ടാകും. മഴയും സിനിമയ്ക്കൊരു ചെറിയൊരു ഭീഷണിയെല്ലാം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കും ഇന്നത്തെ സിനിമയുടെ ട്രാക്കിംഗ് റിപ്പോർട്ട്, ഒപ്പം തന്നെ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള കളക്ഷൻ കണക്കുകൾ കേട്ടാം.